നിക്കാഹുൽ മുഹല്ലിൽ, ഈ മുഹല്ലിലിൻ്റെ നിക്കാഹിനെ പറ്റി പറയുന്ന ബാബു. വമാ അശ്ബഹു, അതിനോട് തുല്യമായ പലതും. ഈ ബാബിൽ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് മുത്തല്ലഖത്തി ബിസലാസ്, 3 തലാഖ് ചൊല്ലി പിരിക്കപ്പെട്ട പെണ്ണിൻ്റെ വിധിയാണ്. ഫത്ഹുൽ മുഈൻ 400-401 പഠിക്കേണ്ടത്. മഹല്ലി 3-246-47, തുഹ്ഫ 7-310, നിഹായ 6-280-281-282, 3 പേജ് നിഹായ ബയാനാക്കിയിട്ടുണ്ട്. 280, 281, 282. മുഹ്നി 3-182-183, 2 പേജ്. അതോടുകൂടി 3 തലാഖ് ചൊല്ലി പൂർത്തിയാക്കിയ ആളുടെ മുഴുവൻ വിധിയും അവിടെ കിട്ടും. എന്ത് വേണം? 3 തലാഖ് പൂർത്തിയായിപ്പോയാൽ അത് ഒരു ഘട്ടത്തിലായാലും ശരി, വ്യത്യസ്ത ഘട്ടത്തിലായാലും ടോട്ടൽ 3 പൂർത്തിയായി. തലാഖാണ് ചൊല്ലിയത്, വേറെ രൂപത്തിലല്ല വിളിച്ചത്. ഫസ്ഖാക്കിയതല്ല, ഡിസ്മിസ് ആക്കിയതല്ല, ഐബുണ്ടായിട്ട് പുറത്തിട്ടതല്ല, ചെലവ് തരായിട്ട് പുറത്താക്കിയതല്ല. തലാഖ് കൊണ്ടാണ് പിരിച്ചതെങ്കിൽ 3 തലാഖ് പൂർത്തിയായാൽ ഈ പുതിയാപ്പിളക്ക് ആ പെണ്ണിനെ കിട്ടൂല, വേറൊരാൾക്ക് വിവാഹം ചെയ്യണം. എത്രയോ ഷർത്തുകളുണ്ട്. എന്നിട്ട് സംയോഗം ചെയ്യണം. അയാൾ തലാഖ് ചൊല്ലണം. അയാൾ തലാഖ് ചൊല്ലിയാൽ ആ ഇദ്ദ കഴിയണം. എന്നിട്ട് പുതിയ സമ്മതം എടുത്ത് ഇനിയും കെട്ടിക്കാം. വളരെയധികം പണി നിൽക്കും. ഇവരെ പാഠം പഠിപ്പിക്കലാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഒരു തലാഖ് ചൊല്ലിയാൽ തന്നെ പിരിഞ്ഞു പോകൂലേ? പിന്നെ എന്തിന് നീ 2 ചൊല്ലിയാലും പിരിഞ്ഞു പോകൂലേ? വേണ്ടി വന്നാൽ ഇനിയും പുനർവിവാഹം ചെയ്യാമല്ലോ. മടക്കിയെടുക്കാൻ തഞ്ചമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. എന്തിന് ഇത്ര അൽ ബൈനൂനത്തുൽ ഉമ്മ, അൽ ബൈനൂനത്തുൽ കുബറ? പെണ്ണിനെ കോലം കെടുത്തിയത് എന്തിന്? 3 പൂർത്തിയാക്കിയിട്ട്. അതിനു വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റാണ്. ആ പെണ്ണിനെ നീ മോഹിക്കണ്ടേ? ആ പെണ്ണ് വേറൊരു ഭർത്താവിന് വിവാഹം ചെയ്യട്ടെ, എന്ന് വീട്ടിൽ കൂടട്ടെ, സംയോഗം നടക്കട്ടെ, തലാഖ് തരട്ടെ. തലാഖ് ചൊല്ലിയതിന് വേണ്ടിയിട്ടുള്ള ഇദ്ദയും കഴിയട്ടെ. സയ്യിബായതുകൊണ്ട് ഇനി ശരിയായ രൂപത്തിൽ സമ്മതവും കിട്ടണം. എന്നിട്ട് വേണം കെട്ടാൻ. അത് ചിലപ്പോൾ ഇവനിക്ക് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പെണ്ണ് സമ്മതിക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ശരിയായ രൂപത്തിൽ ഇവൻ സ്തംഭിച്ചു പോക്കാണ് ഇവിടെ മുറാദ്. അത്രയും വലിയ പാതകമാണ് ഇവൻ ചെയ്തത്. എന്തിനാ 3 തലാഖ് ചെല്ലേണ്ട ആവശ്യം? 3 ചെല്ലേണ്ട ഗതികേട് ഇവിടെ ഉണ്ട്. 3-ൽ കുറച്ചാൽ എന്താ വരാൻ പോകുന്നത്? മടക്കിയെടുക്കാതിരുന്നാൽ പോലെ വേണ്ടെങ്കിൽ. പിന്നെ 3-ൽ കുറഞ്ഞത് കൊണ്ട് ഇവനിക്കെന്ത് വരാനുണ്ട്? ഇവന്റെ ഇഷ്ടത്തിന് ഇവനിക്ക് പോകാലോ. മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ തലാഖ് ചൊല്ലിയ ആളെ കെട്ടിയ ആള് മുഹല്ലിൽ. മുഹല്ലിൽ 3 തലാഖ് ചൊല്ലി പിരിച്ച ഒരു പെണ്ണിനെ കെട്ടുന്ന ആൾ മുഹല്ലിൽ. എന്തിനാ കെട്ടുന്നത്? ആദ്യത്തെ ആക്ക് ഹലാലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഹല്ലിൽ എന്ന് പറഞ്ഞാൽ മൻ തസവ്വജ മുതല്ലഖത്തൽ ഗൈരി സലാസ, വേറെ ഒരാൾ 3 തലാഖ് ചൊല്ലി പിരിച്ച പെണ്ണിനെ കെട്ടുന്നു ഇവൻ. എന്തിന്? ആദ്യത്തെ ആക്ക് തന്നെ ഈ പെണ്ണ് ഹലാലായി വരാൻ വേണ്ടി. ഇതിന്റെ അടിസ്ഥാനം അൽ ബഖറ 230 ആണ്. ഫൈൻ തല്ലഖഹ
ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു ഫഇൻ തലഖഹ തലാഖ് ചൊല്ലിയാൽ മൂന്നാം തലാഖ് ഫലാ തഹില്ലു ലഹു ആ പെണ്ണ് ഈ മുതല്ലിഖിന് ജായിസല്ല മിൻ ബഅദു ഇനി ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു അൽ-ബഖറ 230. തലാഖ് രണ്ട് സൈസ് ഉണ്ട്, ബായിനുണ്ട്, റജഈ ഉണ്ട്. റജഈ എന്ന് പറഞ്ഞാൽ സൗജിന് മടക്കിയെടുക്കാൻ കഴിയും, അവളുടെ അനുവാദം വേണ്ടതില്ല. ഇദ്ദ തീരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റിയതാണ് റജഈ. അതല്ലാത്തതെല്ലാം ബായിൻ. ബൈനൂനത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? തലാഖ് മുഖേന ബൈനൂനത്ത്. അൽ ബൈനൂനത്തു ഇന്നമാ തൂജദു ലിത്വലാഖി. 3 മാർഗങ്ങളാണ് ബൈനൂനത്തിനുള്ളത്. അതിൽ ഒന്ന് ബൈനൂനത്തുൽ കുബ്ര, അഖ്സാഗായത്തിലുള്ള ബൈനൂനത്ത് എന്ന് പറയും. മറ്റേതെല്ലാം സാധാരണ ബൈനൂനത്ത്. ബൈനൂനത്തായത്തെല്ലാം വേറൊരു ഭർത്താവിന് വിവാഹം ചെയ്തു വിടണം എന്ന് തോന്നിയവരുണ്ട്. അത് ജഹാലത്താണ്. അങ്ങനെയില്ല. ബൈനൂനത്തിൽ നിന്ന് അഖ്സാഗായത്തിലുള്ള ബൈനൂനത്താണ് ഈ നിയമത്തെ ഉണ്ടാക്കി തീർക്കുന്നത്. എല്ലാ ബൈനൂനത്തിലും ഇല്ല. ബായിനാവുക എന്ന് പറഞ്ഞാൽ മടക്കിയെടുക്കാൻ കഴിയാതെ വരിക. മടക്കിയെടുക്കാൻ കഴിയാതെ വന്നു, അതുകൊണ്ട് വേറെ ഭർത്താവിന് വിവാഹം കഴിക്കണം എന്നൊന്നുമില്ല. നിക്കാഹ് മാറ്റണം, അതും മതിയാവും. ബൈനൂനത്ത് ബൈനൂനത്ത് പുനർവിവാഹത്തെ മാത്രമേ നിർബന്ധമാക്കുന്നുള്ളൂ. വേറെ ഭർത്താവ് കെട്ടിയിട്ട് വിടണം എന്നുള്ള നിയമം ബൈനൂനത്തിലില്ല. ബൈനൂനത്തുൽ ഉളുമയിലേ ഉള്ളൂ. ബൈനൂനത്തുൽ കുബ്ര അഖ്സാഗായത്തിലുള്ള ബൈനൂനത്തിൽ. അപ്പം ബൈനൂനത്തിൻ്റെ അസ്ബാബുകൾ അദമുദ്ദുഖൂൽ, സംയോഗം ചെയ്യാതിരിക്കൽ. തലാഖ് കൊടുത്തു പോലെ കെട്ടിയ ഉടനെ ബൈനൂനത്ത് വന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കെട്ടണം, അത്ര തന്നെ. വേറൊരാൾ കെട്ടിയിട്ട് വിടണം എന്നല്ലാതെ പറഞ്ഞത്. അദമുദ്ദുഖൂൽ ബൈനൂനത്തിൻ്റെ അലാമത്താണ്. പെണ്ണ് ബായിനായി എന്നതിൻ്റെ അലാമത്താണ് അദമുദ്ദുഖൂൽ. 2 എണ്ണം പൂർത്തിയാക്കുക. തലാഖിൻ്റെ എണ്ണം 3 പൂർത്തിയായാൽ കഴിഞ്ഞല്ലോ. 3 എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി 3. അത് ഒരു ഇരിപ്പിന് അല്ലെങ്കിൽ ഇത്ര കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇത്ര നിക്കാഹിൻ്റെ ഉള്ളിൽ എന്നുണ്ടോ? തലാഖ് ചൊല്ലി പെണ്ണിനെ പിരിച്ച് വീണ്ടും മടക്കിയെടുക്കുകയോ പുനർവിവാഹം ചെയ്യുകയോ ചെയ്ത് ഇനിയും തലാഖ് കൊടുത്ത് ടോട്ടൽ 3 ആയാൽ മതി. അത് നൂറ്റാണ്ടുകളെ കൊണ്ട് 3 ആയാലും ശരി. 10 കൊല്ലം മുമ്പ് ഈ പെണ്ണിനെ കെട്ടി, അന്ന് തലാഖ് ചൊല്ലിയിരുന്നു, ഒന്ന് വീണ്ടും കെട്ടിയതാണ് 10-50 കൊല്ലത്തിന് ശേഷം. എന്നിട്ട് കെട്ടിയിട്ട് ഇനിയും തലാഖ് കൊടുത്തൊന്നും കൂടി, അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടെ 2 ആയി. പിന്നീട് കെട്ടിയിട്ട് ഇനിയും കൊടുത്ത്, എല്ലാം കണക്കന്നെ. ഒരു 3 തീർന്നാൽ ഇനി പുതിയ 3 കൊടുക്കും. 3 അവസാനിച്ചാൽ വേറൊരാൾ കെട്ടിയിട്ട് വിട്ടാൽ എണ്ണം പൂർത്തിയാവുക എന്നത് ബൈനൂനത്താണ്. പിന്നെ ഖുൽഅ നടത്തൽ, പ്രതിഫലം വാങ്ങുക. പ്രതിഫലത്തിന് പകരമാണ് തലാഖ് എങ്കിൽ വളരെ നിസാരമായ പ്രതിഫലമായാലും ബൈനൂനത്തായി. ഇനി മടക്കിയെടുക്കുക എന്ന് പറഞ്ഞത് സാധ്യമല്ല. അൽ ബൈനൂനത്തു ഫീ തലാഖിൽ ഹുർരി സലാസു തത്ലീഖാത്ത്. അൽ ബൈനൂനത്തുൽ ഉദ്മാ, അൽ ബൈനൂനത്തുൽ ഖുസ്വാ, അൽ ബൈനൂനത്തുൽ കുബ്ര എന്നെല്ലാം പറഞ്ഞത് നേരിട്ട് മടക്കിയെടുക്കാൻ കഴിയില്ല. നേരിട്ട് പുനർവിവാഹവും കഴിയൂല. അത് സ്വതന്ത്രം 3 തലാഖ് പൂർത്തിയാക്കിയാൽ ഒന്നിച്ചോ ചിന്ന ഭിന്നമായിട്ടോ, ഒന്നിച്ച് അല്ലെങ്കിൽ ചിന്ന ഭിന്നം. ചിന്ന ഭിന്നം തന്നെ ഇങ്ങനെ പുതിയ നിക്കാഹിലായിക്കൊള്ളണമെന്നില്ല. എത്ര നിക്കാഹിലൂടെ ആയാലും ശരി, എത്ര മജ്‌ലിസിൽ കൂടെ ആയാലും അതൊന്നും ഇട നോക്കുന്നില്ല. ഒരാളൊരു പെണ്ണിനെ തലാക്കിയല്ലി, ഒന്ന് വീണ്ടും ഒന്നും കൂടെ ചൊല്ലി, വീണ്ടും ഒന്നും കൂടെ ചൊല്ലി,
ഒരു നിക്കായിൽ തന്നെ 3 ചിന്ന ഭിന്നം തന്നെ. ഒരു നിക്കായിൽ തന്നെ ഒരൊറ്റ ഇരിപ്പിൽ 3 ചൊല്ലിയിട്ട് പിരിച്ച് ചെല്ലണമൊന്നുമില്ല, നീയത്ത് വെച്ചാലും മതി. ഘട്ടമായിട്ടുള്ള നിക്കാഹിൽ ഓരോന്ന് കൊടുത്ത്. പക്ഷേ മാലിക് ഇമാം പറയുന്നത് ഒന്നിച്ച് 3 തലാഖ് ചെല്ലൽ കൊടിയ ഹറാമാണ്. തലാഖ് ചൊല്ലിയാൽ സംഭവിക്കുക തന്നെ ചെയ്യും, ഹറാമാണ്. ഹറാമിയത്ത് വരും പോലും മാലിക് ഇമാം തീർത്ത് പറയും. കെട്ടിയിട്ട് ദുഖൂലിനുമ്പ് തലാഖല്ലേ ബൈനയിലെ, ഇനിയും കെട്ടി അനിയും അതുപോലെ ദുഖൂലിനുമ്പ് ചെല്ലി ബൈനയിലെ, മൂന്നാമതും ചെല്ലി മൂന്നായില്ല പൂർത്തായല്ല. പക്ഷെ ദുഖൂലില്ലല്ലോ, മുഹല്ലിലോണ. ദുഖൂലില്ലെങ്കിൽ ഒരു പെണ്ണിനെ 3 തലാഖായില്ലേ, അതായി ഇനി മുഹല്ലിലോണ. ഇവിടെ ദുഖൂലാക്കാണ്ട് പിന്നെയും കെട്ടുന്നത്. 3 കെട്ട് 3 തലാഖ് എണ്ണം പൂർത്തിയായി. ദുഖൂല് 3ലും ഇല്ല, 3 തലാഖ് തീർത്തു എന്നുള്ളത്. ഓരോ കബല ദുഖൂലിന്ന് 10 മിനിറ്റ് ഇബാറത്ത്. ഇന്നലെ ദുഖൂലില്ല, ദുഖൂലിന് മുമ്പായാലും ശരി 3 എണ്ണം പൂർത്തിയായാൽ പോയി. ഹുക്മുൽ മുതല്ലഖത്തി സലാസത്ത് വലോ ഖബല ദുഖൂലിൻ. തീരെ ദുഖൂലില്ലെങ്കിലും ശരി. ഒരു പെണ്ണിന് 3 എണ്ണം ഇല്ലേ, ഒരു പെണ്ണിന് 3, 400 പേജിലുണ്ട്. ഒരേ പെണ്ണിന് 3. അന്നൽ മുതല്ലഖത്ത സലാസൻ ലാ തഹില്ലു ലിസൗജിഹ ഇല്ലാ ബഅദൽ വത്ഇ. സംയോഗം നടക്കണം പുതിയ വന്നാളുടെ. അഖദ് മാത്രം പോരാ. ഭൂമി ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച മുഴുവൻ മുഅ്മിനീങ്ങളും ഇത്തിഫാഖാണ് പോലും. ഒരു കാട്ടുകള്ളൻ പോലും അഖദ് മതി എന്ന് പറഞ്ഞതായിട്ട് ഭൂമി ലോകത്ത് സമർത്ഥിക്കാൻ കഴിയില്ല. അഖദ് പോരാ. ഹത്താ തങ്കിയ സൗജൻ ഗൈറഹു ഇല്ലേ. മുഫസ്സിരീങ്ങൾ പറയുന്നത് ആടെ തങ്കിയ എന്ന് പറഞ്ഞാൽ വത്തുകാണ് മുറാദ്. അല്ലെങ്കിൽ ഇതേ ഷർത്തുള്ളൂ എന്നല്ല, വേറെ ഷർത്ത് ഇനി ഹദീസ് കൊണ്ട് കൂട്ടിക്കൊടുത്തോ. വേറൊരാൾ കെട്ടുക എന്ന് പറഞ്ഞത് ഒരു ഷർത്ത്, ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല, ഇനിയും ഷർത്ത് ബാക്കിയുണ്ട്. അല്ലെങ്കിൽ തങ്കിയ എന്ന് പറഞ്ഞതിനെ വത്ത് കൊണ്ട് വ്യാഖ്യാനിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം സഹിയായ ഹദീസിലുണ്ട് ഖുർആനിൽ അല്ലാഹു തങ്കിയ സൗജൻ ഗൈറഹു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ തന്നെ എന്താണ്? എന്നാണ്. ഇനി അത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇബ്നു ഖാസിം എന്നവർ തെളിയിച്ചു. ഹത്താ തങ്കിയ എന്ന് പറഞ്ഞാൽ വേറൊരാൾ കെട്ടണം, അതാവശ്യം. കെട്ടിയ തലാക്ക് വേണ്ടി വരുന്നില്ലേ, അതുപോലത്തെ ഒരു ആവശ്യമാണ് അയാൾ സംയോഗം ചെയ്യലി, അയാൾ തലാക്ക് കൊടുക്കലി, ഇദ്ദ തീരലി, അങ്ങനെ പലതുമുണ്ട്. ഇതേ ഉള്ളൂ എന്നല്ല. ഇതുകൊണ്ട് തന്നെ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ തങ്കിയന്റെ വായന എന്താക്കണം? ഹനഫിക്കാർക്ക് ബുദ്ധിമുട്ടേ ഇല്ല. കാരണം തങ്കിയ എന്ന് പറഞ്ഞാൽ തന്നെ 10 കാണും. അപ്പോൾ നേർക്ക് നേരെ ഖുർആൻ കൊണ്ട് തന്നെ അവർക്ക് കിട്ടും എത്താ തങ്കിയ. കാരണം അവർ ബാധിച്ചവരാണ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിക്കാഹു അല്ല അഖദ്. അഖദല്ല നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതന്നെയാന്ന് അവർക്ക് പ്രയാസമില്ല. അവർക്ക് ഖുർആന്റെ നെസ് കൊണ്ട് തന്നെ എന്താക്കാം? തംഫീറാണ് ഇതിൻ്റെ മുറാദ്. എന്തിനാണ് പെണ്ണിനെ ദ്രോഹിച്ചത്? ജിമാഅ് മാത്രം മതി, ഇൻസാല് വേണം എന്നാലും പറഞ്ഞിട്ടില്ല. അൽ വതൂല്ലദീ യൂജിബുൽ ഹദ്ദ. വ്യഭിചരിച്ചാൽ അടികെട്ടുന്നില്ലേ, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലുന്നില്ലേ, ആ രൂപത്തിലുള്ള വത്ത്. നോമ്പിനെ ഫസാദാക്കുന്നില്ലേ, ആ രൂപത്തിലുള്ള വത്ത്. അതന്നെയാണ് 3 തലാക്ക് ചൊല്ലിയവന് ഹലാലാക്കാനുള്ള വത്തും ആ രൂപത്തിലുള്ള വത്തുകാണ്. എന്തെങ്കിലും വത്ത് പോരാ. മാലിക് ഇമാം പറയുന്നത് ലാ യുഹില്ലു ഇല്ലൽ വത്തുൽ മുബാഹു അല്ലദീ യകൂനു ഫിൽ അഖ്ദി സഹീഹ്. ഈ വത്ത് ഉണ്ടല്ലോ, ഈ പുതിയ വന്നോന്റെ, അതെന്തായിരിക്കണം? സ്വീകാര്യോഗ്യമായ അഖദിലായിരിക്കണം. നോമ്പ് ആവരുത്, ഹജ്ജിലാവരുത്, ഹൈലിലാവരുത്, ഏത്തിക്കാഫിന്റെ നേരത്താവരുത് എന്ന് പോലും മാലിക് ഇമാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ വത്ത് ഒന്നും വത്തുകല്ല പോലും. മാലിക് ഇമാം പറയുന്ന വത്ത് ഗൈറുൽ ബാലിഗിലായ കഫി. പരിപൂർണ പ്രായപൂർത്തിയാവാത്തവന്റെ വത്തുകായിട്ട് എടുക്കൂല. യക്ഫി, മതിയാകും.
മുബാഹല്ലാത്ത വക്തിലായാലും മതിയാകും. ഷാഫിഈ ഹനഫി തീർത്ത് പറഞ്ഞിട്ടുണ്ട്. കുറ്റം വേറെ വഴിക്ക് വരുമെങ്കിലും വത്ത് വത്ത് തന്നെയല്ലേ, വ്യഭിചാരം ചെയ്തതല്ലല്ലോ. അതുകൊണ്ട് നോമ്പിൻ്റെ സമയത്ത്, ഹജ്ജിൻ്റെ സമയത്ത്, ഹൈദിൻ്റെ നേരത്ത്, ഏത്തിക്കാഫിൻ്റെ നേരത്ത് അവിടെല്ലാം അയാ പറ്റുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു. മാലിക് ഇമാമ അവിടെയും സമ്മതിക്കുന്നില്ല, ഒന്നും പോരാ പോലെ ബാലികും കൂടിയാവണം. ചെറുത്ത് കുറേ കൂടിപ്പോയി മാലിക് ഇമാമിൻ്റെ ബാലിക അല്ലാത്തപ്പോൾ സയ്യിബല്ലേ അവള്? ആരും ബാലിക അല്ലാത്തരോ? അവൻ ബാലികല്ല, ഈ ചെയ്യുന്നവൻ ബാലിക്. വന്ന പുതിയാപ്പള കമാലെത്തിച്ച ആളാണെന്ന് ഓൻ്റെ പത്ത് പത്ത് എന്ന് പറയുള്ളൂ. കണ്ട മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത്, ഈ വിഷയം കിടക്കുന്നു. അനിൽ മിസ്വർ ഇബ്നു റിഫാഅത്ത് അൽ ഖുറളി, ബനൂ ഖുറൈലയിലുള്ള ആളായതുകൊണ്ട് ഖുറളി എന്ന് വിളിക്കണമെന്നാണ്. മിസ്വർ എന്ന ആളെ തൊട്ട് അനി സുബൈർ ഇബ്നു അബ്ദുറഹ്മാൻ, സുബൈർ ഇബ്നു അബ്ദുറഹ്മാൻ എന്നവരെ തൊട്ട്. ആരാണ് ഈ സുബൈർ ഇബ്നു അബ്ദുറഹ്മാൻ? ഇബ്നു സബീർ, അവിടെ ഫൈയിൽ വെച്ചിട്ടാണ് സബീർ. അതും സുബൈർ, ഇതും സുബൈർ ആയിപ്പോണ്ട, രണ്ടും സബീറും ആയിപ്പോണ്ട. ആദ്യത്തേത് സുബൈർ. മാലിക്കുൻ അനിൽ മിസ്വർ ഇബ്നു റിഫാ അൽ ഖുറളി അനി സുബൈർ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു സബീർ അന്ന റിഫാ ഇബ്ന ഷിംബാലിന്റെ മകൻ റിഫാഅത്ത് എന്ന് പറഞ്ഞ ആള് തല്ലഖ ഇമ്രാത്തഹു, തൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലി. ഏതാ ഭാര്യ? തമീമ, തുമൈമ, ഇങ്ങനെ വായിക്കേണ്ടത് അവിടെ കളിക്കുന്നുണ്ട്. തമീമ, തുമൈമ. തല്ലഖ ഇമ്രാത്തഹു തമീമ, തൻ്റെ ഭാര്യയെ തലാഖ് ചൊല്ലി. തമീമ എന്ന പേരുള്ള പെണ്ണിനെ ചില റിവായത്തിൽ തുമൈമ ഉണ്ട്. മിന്ദ വഹബി ഫി അഹ്ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സലാത്ത് 3 തലാഖ്. പനക്കഹത്ത് ആ പെണ്ണ് വിവാഹം ചെയ്തു. ആർക്ക്? അബ്ദുറഹ്മാൻ ഇബ്നു സബീർ. ഇവിടെ പറഞ്ഞല്ല, അബ്ദുറഹ്മാൻ ഇബ്നു സബീർ. ക്ഷീണമാക്കപ്പെട്ടു പെണ്ണിനെ തൊട്ട്. ഒരു നിലക്കും എന്താകാൻ കഴിയുന്നില്ല, സംയോഗവുമായി അടുക്കാൻ കഴിയുന്നില്ല. തുടക്കത്തിൽ തന്നെ കൊഴുത്തുരില്ല എന്ന് പറഞ്ഞാൽ ഹസലഹു ആയിരുന്നു ഹാലബൈനഹു വബൈന ഇത്തിയാനിഹാർ. പെണ്ണിനെ സംയോഗം ചെയ്യാൻ ഒരു നിലക്കും അവതാകുന്നില്ല, മറയിടപ്പെട്ടു. ജിന്നിൻ്റെ തകരാറ്, മറവിൻ്റെ തകരാറ്. ഫത്തുൽ ബാരി. അസാബഹു ആരിദുൻ മിന്നഹി മറവ് മനാഹു അനിൽ ജിമായി ബിഹാർ മജ്മഉൽ ബിഹാർ. ഒരു നിലക്കും സംയോഗം ചെയ്യാനുള്ള കഴിവും തന്നെ ഇല്ല. ആദ്യത്തെ ആളാണെങ്കിൽ 3 തലാഖ് ചൊല്ലി പിരിച്ചിരുന്നു. ആദ്യത്തെ ആള് 3 തലാഖ് ചൊല്ലി പിരിച്ചിട്ടില്ലേ? വേറൊരു പുതിയ പെണ്ണല്ലേ തേടുന്നു. ഇയാൾ മതിയാവില്ലേ? ഇയാളെ എടുത്തിട്ട് പെട്ടുപോയി. ആദ്യത്തെ ആൾ 3 തലാഖ് ചൊല്ലിയ കോലം ഇങ്ങനെയാണ്. എന്താണ് 3ന്റെ കണക്ക്? 3 ചൊല്ലിന്ന് ഉറപ്പാന്ന് പോയി. റിഫാഅത്ത് തല്ലഖനി ഫബത്ത തലാഖീൻ ബുഖാരിന്റെ റിവായത്തിലുണ്ട്, കിതാബു തലാഖിൽ, മുസ്ലിമിലുണ്ട്. തലാഖ് പരിപൂർണ്ണം തീർത്തു. അന്തി താലിഖുൻ അൽ ബത്ത, ഉള്ള തലാഖൊക്കെ നിനക്ക് തന്നു എന്ന് പറഞ്ഞതാവാം. തലഖ തലാഖൻ അസലബിഹി ഖതു ഇസ്മതിഹാ മിൻഹു, 3 ചൊല്ലിയ സ്ഥാനത്ത് ആയി. മഹനോ മുതഫരിഖനോ ഒന്നൊന്നും അടയില്ല. പറയാൻ കാരണം തല്ലഖനി ആഖിറ സലാസി തത്ലീഖാത്തിൻ, 3 തലാഖ് ഉണ്ടായത് പണ്ടേ 2 ചൊല്ലിയ ആളാണ് ഈ റിഫായത്ത്. 3ാമത്തതും തന്നു കളഞ്ഞു. അപ്പൊ എന്താ? കിതാബുൽ അദബിലുണ്ട്, ബുഖാരിയിൽ, മുസ്ലിമിലുണ്ട്. ഇപ്പൊ എന്താ? 3 ചൊല്ലത്
പൂർത്തിയാക്കി. ഇപ്പം തന്നെ 3 കൊടുത്തല്ല, എന്നാലും കണക്ക് തന്നെയല്ലേ. നിഫായത്ത് എന്ന് പറഞ്ഞ ആ സൗജി 3 ഇപ്പം ചൊല്ലി എന്നല്ല തെളിയിക്കുന്നു. പണ്ട് 2 ചൊല്ലിയിട്ട് വീണ്ടും അയാൾ വിവാഹത്തിലേക്ക് കയറിയ ആളാണ്. 1 ബാക്കിയുണ്ടായിരുന്നു, ആ ഉള്ള 1 ചൊല്ലിക്കളഞ്ഞു. 1 ക്ഷീണം പിടിച്ചു എന്ന് ഷെയ്ഖൈനിന്റെ റിവായത്തിലുണ്ട്. ഈ റിഫായത്ത് അല്ല ഇപ്പൊ കെട്ടിയ ആള് തുണിയുടെ കോന്തല പോലെയാണ്. പെണ്ണ് തുണിയുടെ കോന്തല പിടിച്ച് കാണിച്ചു പോലും ഇത് നിൽക്കുന്നുണ്ടോ, ഇതുപോലെയാണ് ആരുടെ തക്കറ് എന്ന് തന്നെ പെണ്ണ് പറഞ്ഞു. അതുകൊണ്ട് ഈ വന്നവൻ വേണ്ട, ആദ്യത്തെ ആളെന്നെ വരട്ടെ, ആദ്യത്തെ ആളെന്നെ വരട്ടെ നബിയുടെ ഹദറത്തിൽ വന്ന് അവതരിപ്പിച്ചു എന്നാണ്. തുണിക്കോന്തല പോലെ കാണിച്ചു കൊടുത്തു ബുഖാരിയിലുണ്ട്. എന്നെ ഒരു നിലക്കും തന്നെ എന്നെ തൃപ്തിപ്പെടുത്താൻ അയാളെ കൊണ്ടാവൂല നബിയെ, ബുഖാരിയിലുണ്ട്. ലം യസ്തതി അൻ യമസ്സഹ, കണ്ട അയാളെ കൊണ്ട് സാധ്യമല്ല, അയാളെ മടക്കി അയക്കണം. അതുകൊണ്ട് വിട്ടുപിരിഞ്ഞു. പണ്ടേത്തെ പുതിയ അപ്പോൾ ഒരുങ്ങിയിട്ട് ചോദിച്ചു, ഞാൻ കെട്ടോ. ഇപ്പം വന്നാൾ പോയില്ലേ, അയാൾ വിചാരിച്ച് 3 ചൊല്ലിയാലും കെട്ടാവും. ഹത്താ തങ്കിയ സൗജൻ കൈറഹു എന്നല്ലേ ഉള്ളൂ. ആനിക്കാതെ കഴിഞ്ഞല്ലോ, അയാൾ തലാക്കിൽ പോയില്ലേ. ഹത്താ തങ്കിയ സൗജൻ കൈറഹു അല്ലേ. ഈ ഇൽമ കൊണ്ടാണ് ആര് ചോദിക്കുന്നത്, നിഫായത്ത് അന്വേഷിക്കുന്നത്. രണ്ടും പറയാം. സൗജി വന്നിട്ട് പറഞ്ഞു ഞാൻ കെട്ടട്ടെയോ. പെണ്ണ് അവതരിപ്പിച്ചു, കെട്ടാൻ തയ്യാറായിട്ട് റിഫായത്തുണ്ട്. പെണ്ണല്ലേ പറഞ്ഞിന്, അപ്പൊ അതല്ലേ നല്ലത്. കെട്ടിക്കാൻ പറ്റൂല. വക്കാല ലാ തഹില്ലു ലക്കി, പറ്റൂല ഹത്താ ഹത്താ തദൂഖ അൽ ഉസൈല, നീ രുചിക്കുന്നത് വരെ. ഉസൈലത്ത് ചെറിയ തേൻ, ഉസൈലത്ത് അസലിന്റെ തസ്ഗീറാണ്. ഉസൈലത്ത് അസൽ മുഅന്നസാണ്, അതുകൊണ്ടാണ് താവ് കൊടുത്തത്. മുദക്കർ വാക്ക മുഅന്നസ് വാക്ക. അല്ലെങ്കിൽ അസിലത്ത് തേൻ, അതിന്റെ തസ്ഗീർ ഉസൈലത്ത്. അറബികൾ നിസാരപ്പെടുത്തുമ്പോൾ അതിൻ്റെ അകത്ത് താവ് ചേർക്കും കളിയാക്കാൻ വേണ്ടിയിട്ട്. ദുരൈഹമാത്തും എന്ന് പറയും പോലെ. പെണ്ണായതുകൊണ്ട് തന്നെ കണക്കൊന്നുമില്ല. എന്തേ താവ് ചേർക്കുന്നത് നിസാരപ്പെടുത്താൻ. പിന്നെ കുറഞ്ഞ വത്തുകയെ ആവശ്യമുള്ളൂ, കുറഞ്ഞ എന്തെങ്കിലേ വേണ്ടു. കിത്തിയത്തുമ്മിനല്ല സലീം തസ്ഗീർ തഖ്ലീലിന് ഇശാറത്തുൻ ഇലാ അന്നൽ ഖദറൽ ഖലീല കാഫിൻ, കുറഞ്ഞ കതിർ മതി, കുറേ അധികം വേണമെന്നില്ല. ലഗ്ഗത്ത് എന്ന വായന ഉദ്ദേശിച്ചു കൊടുത്തു താവ് കൊടുത്തത്. ഉസൈലത്ത് എന്ന് പറഞ്ഞാൽ ഹലാവത്തുൽ ജിമാഅ അർത്ഥം. നുത്ഫത്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ഹസൻ ബസരി. മർദൂദം തേനാകുമ്പോൾ ഉറ്റുന്ന സാധനമല്ലേ. അപ്പോൾ ഉസൈലത്ത് കൊണ്ട് ഏതാണ് പോലും മുറാദ്? മനിയാണ്. ഇല്ല, കാരണം ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ഇത്തിഫാഖാണ്. ദിമാ മതി, എന്ത് വേണ്ടതില്ല, വേണ്ട. അതെ, ദുഖൂല് ഷർത്ത് തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. ഉസൈലത്തിൽ രുചി നോക്കണം എന്ന് പറഞ്ഞാൽ ഉസൈലത്തിന് സാധിക്കണ്ടേ അല്ലേ? ഉസൈലത്തിന് സാധിക്കുന്ന ആളായിരിക്കണ്ടേ? അങ്ങനെ വേണം. ഇപ്പം വന്നാക്കത് സാധിക്കോ? ഇല്ല. നോക്ക് വസ്തദല്ലബി വുജൂദി ദൗഖി ഇസ്തിറാത്തി ഇൽമി സൗജൈനി ബിഹി. എന്താണ്? അറിവ് വേണം, സംയോഗം നടക്കുന്നുണ്ട്. വത്തുനായിമത്ത് പോരാ. എന്നാൽ വലൈസ ഹാദാ ബിസഹീഹ്, ആ മസല ശരിയല്ല. വലിയ കിഫി വത്തുനായിമി വന്നായിമത്തി, ഇവരുടെ അറിവോടുകൂടിയായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് തൊഹ്ഫ പറഞ്ഞത് 7:310 വലവുമായ നൗമി മിന്നുമാ, വലവ് മിന്നുമാൻ നൗമ, രണ്ടാളും നൗമായാലും ശരി. ദക്കറിന് തുണി ചുറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉറയിട്ടിട്ടുണ്ട്, നേരിട്ട് ബന്ധപ്പെടുന്നില്ല. എന്നാലും
അല്ലെങ്കിൽ ഹൈദ്, നിഫാസ്, അല്ലെങ്കിൽ സൗമ്, ഏത്തിക്കാഫ്, അതെല്ലാം പുറമേയുള്ള മുടക്കങ്ങളാണ്. ഇതൊന്നും വ്യഭിചാരാവില്ലല്ലോ. അവൾ ഞെട്ടിയണീക്കണമെന്നൊന്നുമില്ല. ഹനഫിയാക്കൾ പറഞ്ഞില്ലേ, ഓള് ഞെട്ടി എണീച്ചുകൊണ്ട് സംയോഗത്തിൽ ഏർപ്പെടണോ? അങ്ങനെ ഉണ്ടോ? ഇതാ ഹസനൽ ജിമാവ് മിനസ്ഥാനി ജാസത്തിലില്ല പലി ലായ ജൂസ് ഇറാദത്ത് തഹലീലിഹാലില്ല പലി ഫൈദാ അറാദ ഫലായ കുഫി ലായ ജൂസ് ഇറാദത്ത് തഹലീലിഹാലില്ല പലി. ആദ്യത്തെയാൾക്ക് ഹലാലാകാൻ വേണ്ടിയാണ് ഈ സംയോഗം എന്ന് നീയത്ത് വെക്കാൻ പാടില്ല. ഉദ്ദേശിച്ചാൽ ഈ സംയോഗം മതിയാവില്ല. മാലിക്കിയാക്കളും അബൂ യൂസുഫും മുഹമ്മദ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അഖദിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖദ് തന്നെ ഇല്ല. ജുംഹൂർ പറഞ്ഞു ഹലാലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിടയിൽ വെച്ച് പുലർത്തരുത്, തലാഖ് ചൊല്ലിയിട്ട് വിട്ടു തരണം. ഇതെല്ലാം മുത്തലാഖിനെ തൊടൂലേ? അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞത് ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ആരാണോ മുഹല്ലിലാക്കിയത് അവനെയും ആർക്ക് വേണ്ടിയാണോ ഈ പണി ചെയ്തത് അവനെയും അള്ളാഹു ശപിച്ചു. അബൂദാവൂദ് തിർമിദിയിലുണ്ട്. അമീർ ബയാൻ ചെയ്തു 3247. എന്താ അതിന്റെ മുറാദ്? ഇപ്പൊ കെട്ടിയ ആളും അവനും ഭ്രാന്തൻ, കുറ്റവാളി. ആരാണോ ഇതിനെ പ്രേരിപ്പിച്ചത് അവനും അള്ളാഹുവിന്റെ ലാനത്തുണ്ട്. എന്താ ഈ വന്ന ആൾക്കെന്താ ലാനത്ത്? അല്ല, അയാള് അഖദിൽ സംസാരിച്ചിട്ടല്ലേ വന്നത്, ഞാൻ കെട്ടിയ ഉടനെ എന്താക്കുന്നു? പിന്നെ അവന്റെ കെട്ടൽ ശരിയുണ്ടാ? പിന്നെ ഈ അഖദിലേക്ക് കടത്തി വിട്ടവനല്ലേ മുഹല്ലൽ ലഹു, ആദ്യത്തെ പുതിയാപ്പള. അവൻ ഉപദേശം നിർദ്ദേശിച്ചില്ലേ അഖദിന്? എന്ത് അവൻ പറ്റൂലല്ല.